ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 7 IPS ഉദ്യോഗസ്ഥന്മാർ, അതിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥകൾ, 3 ഉയർന്ന സീനിയർ IPS, 7 അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഈ നടപടി അതിലേക്ക് നിങ്ങൾ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെൻറ് ചെയ്യുകയില്ല. നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA മാർ, ആ 2 MLA മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാമതാണ് ഒരു MLAക്ക് നേരെ വരുന്നത്. 2 MLA മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ 2 MLA മാർ രാജിവെച്ച് പോയാൽ തീർച്ചയായും 3ാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള 2 MLA മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ 3ാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ്. MLA മാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ തെറ്റുകൾക്കുമെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ശരിയായ നില സ്വീകരിക്കും. നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം. ഈ തരത്തിൽ പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ആരും ശ്രമിക്കരുത്. ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് MLA മാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് രണ്ടുമുണ്ട്. ഇത് 3ാമത്തെ പ്രശ്നമാണല്ലോ. 2 രാജിവെക്കലോടുകൂടി 3ാമത്തെ രാജിവെക്കേണ്ടി വരും. ഒന്നത് അതാണ് നിങ്ങൾ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത്. നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ MLA മാർക്കും ഒരേ നിയമമാണ്, ഒരേ കാര്യമാണ് ബാധകം. അതെല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള നിലപാട് ഉയർത്തു. അതിന് പകരം ഞങ്ങൾ ആരെയും രക്ഷിക്കില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കുക, തെറ്റ് ചെയ്ത ഒരാളെയും ഇടതുപക്ഷ ഗവൺമെൻറ് രക്ഷിക്കില്ല, CPM രക്ഷിക്കില്ല. അങ്ങനെ ഒരു ചരിത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിനില്ല. ഇവിടെ സവിശേഷമായൊരു പ്രശ്നം ജയരാടൻ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്യത്താദ്യമായി ഇവിടെ ഒരു ഹേമ കമ്മിറ്റി നിയോഗിച്ച് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ചു. റിപ്പോർട്ട് വന്നു. 4 വനിതകളെ അടക്കം IPS ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇത്തരം ചരിത്രപരമായ നടപടിയെടുത്ത സർക്കാർ ഇത്തരം ഒരു ധാർമ്മിക പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാത്ത എന്താണ്? ഇത് ധാർമ്മിക പ്രശ്നമല്ല എടുത്തത്. മുകേഷിൻ്റെ നേരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? നിങ്ങളിപ്പോൾ പറയുന്നത് ആ കാര്യങ്ങളല്ല. നിങ്ങളിപ്പോൾ പറയുന്നത് വ്യത്യസ്തമായ കാര്യമാണ്. ഞാനതിനാ പറഞ്ഞത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. അത് സംരക്ഷിക്കാനും നല്ല നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേരള സംസ്കാരത്തെയും കേരളത്തിൻ്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ നമ്മെ ഇടിച്ചു താഴ്ത്തരുത്. അതേ അവസരം തെറ്റ് ചെയ്തവർക്ക് നേരെ കർക്കശമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ നിലപാടുകളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനു മുമ്പ് 2 MLA മാർ ഇവിടെ കിടക്കല്ലേ. ഇത് 3ാമത്തെ പ്രശ്നമാണ്. അത് വേറെ വിഷയമാണ്. അത് നിയമസാമാജികരെന്നുള്ള നിലയിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇനി MLA എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ രാജിയുടേതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. സിനിമ അല്ല, അത് നിങ്ങൾ രാജിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത്, നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിൻ്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA മാർ രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചു വെച്ച്, അത് അല്ല, 2 ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല.
ഹേമ കമ്മിറ്റി പരാതി വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ കേസ്, വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. ആ കമ്മിറ്റി മുമ്പാകെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ നടിമാർ. അതോടൊപ്പം തന്നെ ചിലർ ഇത് വെളിപ്പെടുത്താൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ എഴുതി വെച്ചു, ഇതങ്ങനെ വെളിപ്പെടുത്തരുത്, ഇത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്നതാണ്, തകർക്കുന്നതാണ്. കോടതിയുടെ നടപടികളുണ്ടായി, ഇനിയും കോടതിയുടെ നടപടികൾ വരട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. ഒന്ന്. രണ്ടാമത്തത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ MLA-മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLA-മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും. അത് അല്ല, നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണോ? നിങ്ങൾ എന്താ പറയാത്തത്? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ ഇരയെ രക്ഷിക്കാനല്ല, വേട്ടക്കാരനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് ഇത് മൂന്നാമത്തത്, രണ്ടും അങ്ങ് രാജിവെച്ചാൽ മൂന്നാമത്തെ രാജിയാവും. നിങ്ങൾ അതിനെ പറ്റി പറയൂ.